മച്ചാന്മാരെ അഖിലേട്ടൻ അപ്പോൾ ചെമ്മീൻ കോർക്കുകയാണ്. വാൽഭാഗത്താണ് നമ്മൾ ഈ ചെമ്മീൻ്റെ ഹുക്ക് കോർക്കുന്നത്. അപ്പോൾ എവിടെ നിന്നാണ് അടിക്കാമെന്ന് പറയാനായിട്ട് പറ്റില്ല. ഫ്രണ്ടിൽ നിന്ന് ചെറിയ വറ്റേ അങ്ങനെ ചെറിയ മീനുകളാണ് സ്ട്രൈക്ക് ചെയ്യുന്നതെങ്കിൽ പകുതി വെച്ച് അവർ കട്ട് ചെയ്തുകൊണ്ട് പോകും. പക്ഷേ വലിയ മീനാണ് നമുക്ക് സ്ട്രൈക്ക് തരുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചെമ്മീൻ മുഴുവനായിട്ട് അവൻ വായിലാക്കി കളയും. ഈ വലിയ മീനുകളെ ടാർഗറ്റ് ചെയ്യുമ്പോഴാണ് കൂടുതൽ നമ്മൾ വായിലായിട്ട് ഹുക്ക് കോർക്കുന്നത്. ഇവരെല്ലാം വെള്ളത്തിലേക്ക് എറിഞ്ഞ് കഴിയുമ്പോൾ നല്ല പട ആക്റ്റീവ് ആവും. അപ്പോൾ നമുക്ക് അടി കിട്ടാനുള്ള ചാൻസും കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് ഏത് നിമിഷം വേണമെങ്കിലും നമ്മുടെ ചൂണ്ടക്കാർക്ക് അടി കിട്ടാം. എല്ലാ സൈഡിലും ജീവനുള്ള ചെമ്മീൻ കാശ് ചെയ്തിട്ടിട്ട് വെയിറ്റിങ്ങിലാണ്. അപ്പോൾ അഖിലേട്ടൻ വാലിൽ ഹുക്ക് കോർത്തിട്ട് ചെമ്മീൻ എറിഞ്ഞിട്ട് കഴിഞ്ഞു. മച്ചന്മാരെ ജീവനുള്ള ചെമ്മീനാണ് നമ്മളിവിടെ പ്രയോഗിക്കാനായിട്ട് പോകുന്നത്. എല്ലാം നല്ല പട ആക്റ്റീവാണ്. ഇവനെ ഹുക്ക് കോർത്താൽ ഇട്ട് കൊടുത്താൽ മതി. ചെമ്പല്ലി, ഹമ്മൂറ്, ഏരി പോലുള്ള മീനുകൾ പറന്നു വന്ന് വെട്ടിയിരിക്കും. മച്ചന്മാരെ നമ്മുടെ സുരേഷ് ഏട്ടൻ ജീവനുള്ള ചെമ്മീൻ കാശ് ചെയ്തിടാനായിട്ട് പോവുകയാണ്. ആക്ടിവിറ്റി നോക്കിയാണ് സുരേഷ് ഏട്ടൻ കാശ് ചെയ്തിടുന്നത്. കൂടുതലും ആക്ടിവിറ്റിയുള്ള ഭാഗത്തേക്ക് നമ്മൾ എറിഞ്ഞിടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് സ്ട്രൈക്ക് കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. ഇത്തവണ ആക്ടിവിറ്റി കണ്ടത് കുറച്ച് അകലെയായിട്ടാണ്, വറ്റകളുടെ ആക്ടിവിറ്റിയാണ് സുരേഷ് ഏട്ടൻ കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കുറച്ച് ലോങ്ങിലേക്ക് തന്നെയാണ് സുരേഷ് ഏട്ടൻ ഇപ്രാവശ്യം അടിച്ചിട്ടിരിക്കുന്നത്. മിക്കവാറും അവന്മാർ കറങ്ങിത്തിരിഞ്ഞ് നമ്മുടെ ബെയ്റ്റ് എടുക്കാനുള്ള നല്ല ചാൻസ് ഉണ്ട്. പുലപ്പായിട്ടാണ് വറ്റകൾ കടലിൽ നിന്ന് കയറി വരിക കായലിലേക്ക്. അതുകൊണ്ട് തന്നെ ഒന്നിൽ കൂടുതൽ വറ്റകളെ നമുക്ക് ഒരു സ്പോട്ടിൽ തന്നെ കിട്ടാനുള്ള ചാൻസും കൂടുതലാണ്. ഡ്രാഗ് ഫുൾ ടൈറ്റ് ചെയ്താണ് സുരേഷേട്ടൻ വെച്ചിരിക്കുന്നത്. ഇത് നല്ലപോലെ തന്നെ കല്ലുള്ള ഏരിയ ആയതുകൊണ്ട് തന്നെ ഏരി, ചെമ്പല്ലി, ഹമ്മൂർ പോലുള്ള മീനുകൾ ഇഷ്ടം പോലുള്ളൊരു ഏരിയയാണിത്. അതുകൊണ്ട് അത്തരം മീനുകൾ നമ്മുടെ ചൂണ്ട സ്ട്രൈക്ക് തന്നിട്ടുണ്ടെങ്കിൽ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ നമ്മുടെ ബെയ്റ്റ് കൊടുത്ത് അമ്മ മടയിലേക്ക് പാഞ്ഞ് കയറും. അതുണ്ടായിരിക്കാൻ വേണ്ടിയാണ് ഡ്രാഗ് ഫുൾ ടൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. മച്ചന്മാരെ കാത്തിരിപ്പിനൊടുവിൽ തകർപ്പനൊരു ഏരിയയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ചത്ത ചെമ്മീനിലും അതുപോലെ തന്നെ ജീവനുള്ള ചെമ്മീനിലും ഒരുപോലെ തന്നെ മീനടിക്കുന്ന സ്പോട്ടാണിത്. പലരും വിചാരിച്ച് വെച്ചിരിക്കുന്നത് ജീവനുള്ള ചെമ്മീനിൽ മാത്രമേ നല്ല ഇടിവെട്ട് മീനുകളെ കിട്ടത്തുള്ളൂ എന്ന്. അങ്ങനെയൊന്നുമില്ല. സ്പോട്ടിനെ അടിസ്ഥാനമാക്കിയിരിക്കും നമുക്ക് ജീവനുള്ള ചെമ്മീനിലും ചത്ത ചെമ്മീനിലും മീൻ കിട്ടുന്നത്. ഇത് ചത്ത ചെമ്മീനിലും ജീവനുള്ള ചെമ്മീനിലും ഒരുപോലെ തന്നെ കൊമ്പന്മാരടിച്ചു കയറുന്ന ഒരു തീപ്പൊരു സ്പോട്ടാണ്. പോൾ റോഡ് ഉപയോഗിച്ചാണ് ഇവിടെയുള്ള കൊമ്പന്മാരെല്ലാം ചൂണ്ടക്കാർ അടിച്ച് കയറ്റുന്നത്. എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ചൂണ്ടക്കാരുടെ ചൂണ്ടകൾ അടിവെട്ടാം. സുധീരേട്ടൻ നല്ല കെയർഫുള്ളായിട്ടാണ് ഫ്ലോട്ട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഏത് നിമിഷം വേണമെങ്കിലും അവൻ ഫ്ലോട്ട് അടിച്ച് താത്തിക്കൊണ്ട് പോകും. കൂടുതലും ഇവിടെ നല്ല വീശാമ്പാള പോലെ ഇരിക്കുന്ന നച്ചറുകൾ കയറി അടിക്കും. സൈസാണ് നമ്മൾ ഞെട്ടിപ്പോവും. നമുക്ക് ചിലപ്പോൾ ആറ്റിൽ നിന്ന് കിട്ടാറുള്ള കരിമീൻ വരെ തോറ്റു പോകുന്ന സൈസിലുള്ള ഇടിവെട്ട് നച്ചറുകളാണ് ഇവിടെ നിന്ന് കയറി അടിക്കുക കൂടുതലും. മച്ചന്മാരെ കാത്തിരിപ്പിനൊടുവിൽ ഒരു കിടിലൻ നച്ചറ നമുക്ക് അടിച്ചു കയറിയിരിക്കുകയാണ്. കാണാൻ നല്ല ഭംഗിയുള്ള മീനുകളാണ് ഇവർ. പക്ഷേ ഇവരെ കയ്യിലെടുത്ത് തലോലിക്കാനായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ എട്ടിൻ്റെ പണി തരും. ഒരു കുത്ത് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാരിയുടെയൊക്കെ കുത്തുവിൻ്റെ കിട്ടുന്നതിനേക്കാളും വേദനയായിരിക്കും. മച്ചന്മാരെ കൊമ്പം മീനുകൾ കിടന്ന് കളിക്കുന്ന ഒരു തീപ്പൊരു സ്പോട്ടിലാണ് നമ്മളിന്ന് വേട്ടയ്ക്കാൻ എത്തിയിരിക്കുന്നത്. വെള്ളം നല്ല സെറ്റായിട്ടാണ് എടുക്കുന്നത്. ഉറപ്പായിട്ട് ഇവിടുന്ന് അടി പൊട്ടിയിരിക്കുന്നത്. മച്ചന്മാരെ കാത്തിരിപ്പിനൊടുവിൽ ഒരു തകർപ്പൻ മീൻ കരക്ക് കയറിയിരിക്കുകയാണ്. ഇത് നമ്മുടെ ക്യൂൺ ഫിഷിൻ്റെയും അതുപോലെ തന്നെ വറ്റയുടെ തന്നെ ഗണത്തിൽപ്പെട്ട ഒരു മീൻ തന്നെയാണ്. ആഴക്കടലിൽ നിന്ന് യവന്മാർ ചെമ്മീൻ അടിക്കാനായിട്ടാണ് ഈ തീരത്തിൻ്റെ സമീപത്ത് എത്തിയത്.